പെൻഷനെ പറ്റി പൊതുവായി നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് പെൻഷൻ എൻ്റെ ഗ്യാരണ്ടീഡ് ആയിരിക്കണം, ഒരു രീതിയിലുള്ള റിസ്ക്കും എനിക്കത് വേണ്ട. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെയുള്ള പ്ലാനും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ 50 വയസ്സിന് താഴെയുള്ളൊരു കസ്റ്റമർ ആയിരിക്കട്ടെ, വർഷം ഒരു 5 ലക്ഷം രൂപ മാറ്റുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ വെച്ചിട്ട് 10 കൊല്ലം അടയ്ക്കുന്നു. 11ാമത്തെ കൊല്ലം അടയ്ക്കണ്ട, 12ാമത്തെ കൊല്ലം ഫസ്റ്റ് മന്ത് മുതൽ നിങ്ങളുടെ പെൻഷൻ ആരംഭിക്കുക. ആദ്യത്തെ മാസം നിങ്ങൾക്ക് 28,000 രൂപ മന്ത്ലി പെൻഷൻ ആരംഭിക്കും. നമുക്കറിയാം, പെൻഷൻ നമുക്ക് എല്ലാ സമയത്തും ഒരു പെൻഷൻ പോരാ. നമ്മളുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വസ്തുക്കളുടെ വില കൂടുകയാണ്, എല്ലാ കൊല്ലം കൂടും. ഫോർ എക്സാമ്പിൾ 5 കൊല്ലം കഴിഞ്ഞ് 28 നിന്ന് നേരെ അത് 34,000 രൂപ പെൻഷനായിട്ട് മാറും. അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പം അത് 41,000 രൂപയെ മാറും. അടുത്തൊരു 5 കൊല്ലം അടക്കി അത് 46,000 രൂപയെ മന്ത്ലി മാറും. അങ്ങനെ നമ്മൾ 10 കൊല്ലം അടയ്ക്കുന്നു, 11ാമത്തെ കൊല്ലം അടയ്ക്കേണ്ട, അടുത്ത 15 കൊല്ലം ഈ രീതിയിൽ പറഞ്ഞ പെൻഷൻ കിട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞില്ല, 15 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു 54 ലക്ഷം രൂപ നിങ്ങൾക്ക് റെഡി ആയിട്ട് റൊക്കമായിട്ട് വാങ്ങാം. അല്ല എങ്കിൽ അത് പെൻഷൻ ഫണ്ടിലിട്ട് വീണ്ടും അത് പെൻഷനായിട്ട് തുടരാം. 2 ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. ചുരുക്കം പറയാം, നിങ്ങൾ അടയ്ക്കുന്നത് 50 ലക്ഷം രൂപയിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് 1,22 ലക്ഷം രൂപ. അത് 100% ടാക്സ് ഫ്രീ ആണ്. ഈ അടയ്ക്കുന്ന കാലത്തോളം ഇനി റിസ്ക് പറ്റിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.